ഞാൻ പെട്ടെന്ന് പൊന്തിക്കും. പൈപ്പ് വെക്കാനുള്ള ഗ്യാപ്പ് നോക്കിയാ എന്തൊക്കെയാണ് അത്യാവശ്യം സ്ലോപ്പുണ്ട്. ഒരു മെയിൻ സ്ലേവ് കഴിഞ്ഞ വീടിൻ്റെ മോൾക്ക് അടിയിൽ നിന്ന് പൗഡറും കല്ലും കയറ്റിക്കാണ്ട് ഞങ്ങൾ ഒരൊറ്റ വരി പാരപ്പറ്റ് കെട്ടി കൊടുക്കാൻ വേണ്ടി പോകണം. അതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇപ്പം നല്ല മഴയല്ലേ, മഴ അങ്ങോട്ട് വെച്ചിട്ട് വെള്ളം സ്ലേവ് കൂടെ 4 ഭാഗത്തേക്ക് മറിഞ്ഞ് എയറോൾസ് കൂടെ റൂമിലേക്ക് ചാടുകയാണ്. അപ്പോൾ അത് കെട്ടി കൊടുക്കണതിൻ്റെ വിഷ്വൽസ് കാണിച്ചാൽ ഇപ്പം ഞാൻ നിൽക്കണത് ഒരു അപ്സ്റ്റെയർ വീടിൻ്റെ മനോഹരമായിട്ടുള്ള ഓപ്പൺ ടെറസിലാണ്. ഇവിടെ നിൽക്കുന്ന ഒരു എൽ ഷേപ്പിൽ 3 വരി ഹൈറ്റിൽ പാരപ്പറ്റ് കാണാൻ പറ്റും. പാരപ്പറ്റ് മൊത്തം കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ കറക്റ്റ് ഡിവൈഡ് ചെയ്ത് കണ്ട് 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ പുറത്തേക്ക് വെള്ളം ചാടാൻ വേണ്ടിയിട്ട് പൈപ്പ് കൊടുത്തില്ല. മെയിൻ സ്ലേവിൽ വെള്ളം കെട്ടിക്കിടന്നാൽ വീട് പെട്ടെന്ന് ലീക്കാവും. അതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് എംസാൻ ഇട്ട് കാണാണ് കോൺക്രീറ്റ് ചെയ്യണത്. ഇങ്ങോട്ട് നോക്കിയാണ് ഇനിയിപ്പം ഈ പാരപ്പറ്റ് തേക്കുന്ന സമയത്ത് തേപ്പാരി ചിലപ്പോൾ കരാറൊക്കെ എടുത്ത ആൾക്കാരാവും. ഓലെന്താ ചെയ്യുന്നറിയോ, ഇവിടെ ഒളി ആമിനെടുത്ത് കുത്തി പൊട്ടിക്കാന്ന് ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ അപ്പുറത്തേക്ക് 8 ഇഞ്ച് ബാക്കിയുണ്ട് പ്രൊജക്റ്റ്. അപ്പോൾ ഈ പൈപ്പ് നേരെ മുറിച്ചുകാണ്ട് ഇവിടെ അങ്ങോട്ട് വെക്കും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ ചെയ്യുമ്പം കുറച്ച് വെള്ളം ഇവിടെ നിൽക്കും, കുറച്ച് വെള്ളം പോയാൽ പോയി. ശരിക്കും കുത്തി പൊട്ടിക്കാതെ ഇവിടെ വെക്കുന്ന പൈപ്പിലേക്ക് പൂർണ്ണമായിട്ടും വെള്ളം പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ കാണുന്ന ഏരിയ മൊത്തം മാലിട്ടുകാണ്ട് നല്ല കനത്തിൽ തേപ്പ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചെങ്കിൽ മാത്രമേ വെള്ളമൊക്കെ പോകുള്ളൂ. അതൊന്നും പല പെരക്കാർ ചെയ്യില്ല. പല വീട്ടിലും ലീക്ക് വരാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഫ്ലാറ്റ് കോൺക്രീറ്റിൻ്റെ ഏരിയയിൽ ഓപ്പൺ ടെറസൊക്കെ ഇതേപോലത്തെ എന്ത് ചെയ്യുമ്പോഴും വക്കിലൊരു ഒറ്റ ഒരു ഇഷ്ടി കെട്ടുന്ന സമയത്തും നമ്മൾ കറക്റ്റ് വെള്ളം പുറത്തേക്ക് ചാടിക്കണില്ല. അപ്പം പാരപ്പറ്റ് ആയിക്കോട്ടെ ഒറ്റവർ ഇഷ്ടി ആയിക്കോട്ടെ അത് കെട്ടുന്ന സമയത്ത് നമ്മളൊരു മെഷീൻ കൊണ്ടുപോയിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എത്ര പെട്ടെന്ന് പരിപാടി എന്ന് പറയാം. അതിന് വേണ്ട ടെക്നിക്ക് ഞങ്ങൾ കാണിച്ചു തരാം. പൊടി കയറ്റിയപ്പോൾ സൈറ്റിൽ സിമെൻറ്റ് വന്നിട്ട് കേട്ടോ. ഇതൊക്കെ പ്രവാസികൾക്ക് കാണാൻ പോകുന്നുണ്ടോ. അങ്ങനെ പിടിക്കുക വണ്ടി വന്ന് നേരെ തലയൊക്കെ നോക്കിയാൽ തലയൊക്കെ വെക്കേണ്ട ആവശ്യമില്ല. വേണ്ട പിടിക്കാം ഇങ്ങോട്ട് പോവാം വാർപ്പിനൊക്കെ എത്ര ലോങ്ങും പോട്ടോ. ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നാടൻ കാഴ്ചകളാണ്, പടവിൻ്റെ നാടൻ കാഴ്ചകൾ. എപ്പോഴും രാവിലെ ഒരു ചാക്കിൻ്റെ സിമെൻറ്റായിട്ട് കൂട്ടിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പറക്കത്ത് വേറെ തന്നെ. അപ്പോൾ അത് സെറ്റ്. ഇതിപ്പോൾ മറിക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, കല്ല് മൊത്തം കയറ്റുക, എന്നിട്ട് റെസ്റ്റ് എടുത്ത് മറിച്ചാൽ മതി. പാരപ്പറ്റ് കെട്ടാൻ വേണ്ടിയിട്ട് സൈറ്റിൽ ഇറക്കിയ കല്ലാണ് ഈ കാണുന്നത്. നല്ല സൂപ്പറാക്കിയിട്ട് ലോഡിങ്ങാർ അട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ പക്ക ഇളങ്കല്ല കേട്ടോ. ഇത് നമ്മൾ കയറ്റുമ്പോൾ ശ്രദ്ധിക്കണം, ഇട്ടിക്കാണ സാധനം പൊട്ടും. വല്ല കയറ്റി അവിടെ പഠിക്കണം. പിന്നെ നാട്ടിൽ ഒരു കല്ല് മോൾ കയറ്റി പറഞ്ഞാൽ എത്ര റുപ്യാണെന്നറിയോ, മിനിമം ഇന്ത്യക്കാർ 5 റുപ്യ വാങ്ങുന്നുണ്ട്, മലയാളി 6 റുപ്യ വാങ്ങുന്നുണ്ട്. നമ്മൾ ഏത് സൈറ്റിലും പഠിക്കാൻ വേണ്ടി വന്നിക്കുകയാണെങ്കിൽ രാവിലെ കയറ്റി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോയിന്നാണ് കണക്ക്. എന്നാലും മാണ്ടില്ല, നമ്മളെ ചങ്കിനും വേണ്ടിയിട്ട് ഇത് കയറ്റി പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു ടെക്നിക്കും കൂടെ കാണിച്ചു തരാം. ഇങ്ങനത്തെ അവസരങ്ങളിൽ വീടിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റി വളഞ്ഞ് സ്റ്റെയറിന് കയറ്റുമ്പോൾ ബുദ്ധിമുട്ട് ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യണമെന്നറിയോ, ഇവിടെ എന്താ ചെയ്യുക, ഒരു സ്റ്റേജ് ഉണ്ടാക്കുക. നമ്മളെ ക്ലയൻറ്റിന് നമ്മളെ ഐഡിയ ഒക്കെ പഠിക്കണമല്ലോ, കുറേ ഐഡിയ മൂപ്പർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ മൂപ്പര് കണ്ടോട്ടെ വെച്ചിട്ട് മൂപ്പര് മുമ്പിൽ തന്നെ ഓരോ ഐഡിയ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ എന്താ ഈ സ്റ്റെപ്പായി. ഇനി അതേപോലെ ഇതിൻ്റെ മുമ്പിലൊന്നിടുക. മച്ചാനെ ഈ സൺസൈഡ് വന്നാൽ കേട്ടോ, നിങ്ങൾ രണ്ടാളും കല്ല് എല്ലാ ദുനിയാവും കൊണ്ടാക്കി സാധനം പെടുന്ന് ഫടാഫടണ്ട് വരും. എന്നിട്ട് നോക്കിയാൽ അപ്പോൾ അതും സ്റ്റെപ്പായി. റെഡി ഓക്കെ അല്ലേ. ഇനി നിപ്പില്ല കേട്ടോ, ഇനി നിപ്പില്ല. കല്ലെടുക്കണ നോക്കിയാൽ കല്ലെടുക്കണമെന്ന് അറിയാൻ പാടില്ല. പോണി ഞാൻ പെടുന്നാലും പൊന്തിക്കും, എൻ്റെ മച്ചാനെ കൊടുക്കും, ഞാൻ അങ്ങോട്ടെ ചാടും. ആണി കുത്തനെ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇങ്ങോട്ട് പിടിക്കും. എന്താ നയിച്ച് കായ് ഉണ്ടാക്കുക, അല്ല തെണ്ടി നടന്നു കണ്ടല്ല ഇവിടെ കായ് ഉണ്ടാക്കണേ. കല്ലെടുക്കണ നോക്കിയാൽ കാണൂല, പട്ടിയെ പോലെ നയിക്കുക. മരുവിനെ രാജാവിനെ പോലെ കുളിച്ചു കണ്ട് പേരെ കുത്തിറക്കുക. പോണയ്ക്കുക 1 മണിക്കൂറിൽ ഈ 250 കല്ലാണ്ട് കയറ്റിയിട്ട് റെസ്റ്റ് ഉള്ളൂ. അയ്യോ എന്താ കണ്ടില്ലേ, ആൾക്കാർ കാണട്ടെ. പെരയിൽ വെറുതെ നിന്ന് കണ്ട് ജീവിക്കുക. കൂലിപ്പണി കുതിരലുണ്ട്, കൂലിപ്പണി കുതിരലെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. എന്താ ഈ കല്ല് തോളത്തേക്ക് വെക്കുന്ന ടെക്നിക്ക് കേട്ടോ. യെസ്, 200 കല്ല് കയറ്റാതെ കുമ്മായം സൈറ്റിൽ കൂട്ടൂല. എന്താ ഇന്നലെ നമ്മളെ അബഹമച്ചാനൊക്കെയാണ്. ഇത് അബഹമച്ചാനാ. ഒരാൾ സൺസൈഡ് മേലെ ക്ലയൻറ്റും നമ്മളെ ആശാനും മുകളിലുണ്ട് കേട്ടോ. ഓല എല്ലായിടത്തും കണ്ട് കൊണ്ടേക്കും. നമ്മളെ നാട്ടിലത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ കല്ല് കയറ്റാനൊന്നും ആൾക്കാരേ ഇല്ല. ഈ പണിയൊക്കെ എടുത്തുകയാണെങ്കിൽ സമൂഹം ഓനെ ഒറ്റപ്പെടുത്തുകയാണല്ലോ. നീട്ടി ഊതാൻ പറയും, പണിക്ക് പോവുക, കായ് ഉണ്ടാക്കുക. ഒരാളെ കൈയും കാലം പിടിക്കേണ്ട ആവശ്യമില്ല. മച്ചാനെ പാര് നിനക്ക് കല്ല് വരുന്നത് കാണുമ്പോഴല്ലേ അത്രയും നേക്ക് പരിപാടിയാണ്. എക്സ്പീരിയൻസ് പറഞ്ഞാൽ വെറുതെ തെണ്ടി എന്നാൽ എക്സ്പീരിയൻസ് ആവില്ല. ജീവിതത്തിന് 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അല്ലേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന സംഭവമാണ് സ്കില്ലും എക്സ്പീരിയൻസും. അതൊന്നും ചേളാരിയും കാക്കഞ്ചേരി ചന്തയിൽ വിലക്ക് വാങ്ങിട്ടില്ല. കളിപ്പാട്ടം കിട്ടും അത് സിനിമയിൽ. എന്നാ മോൾക്ക് കല്ല് കയറ്റി കഴിഞ്ഞപ്പോത്തിന് ചായ ടൈം ആയിട്ടുണ്ട്. പിന്നെ രാവിലെ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ പൊറാട്ട വേണ്ട, കാരണം വെയിലും പടവും അല്ലേ. നല്ല ക്ഷീണത്തിന് എപ്പോഴും നല്ലത് കഞ്ഞി.
കരിമീൻ പൊരിച്ചുണ്ട്, കാബേജ് ഡബ്ബ നിറച്ചത്, പോരാത്തതിന് തേങ്ങ ചമ്മന്തി. ഇതൊക്കെ കണ്ട് തിന്ന് 1.5 പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാണ്ടല്ലോ മുകളിൽ പേര് സൂപ്പർ വെട്ടിപ്പൊളി ഒരു 1.5 പടവ്. വീടിന്റെ പാരപ്പറ്റി കെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക. പല ആൾക്കാരും പാരപ്പറ്റി ഇടുന്ന സമയത്ത് ഈ സ്ലേവിൻ്റെ വക്ക് ചേർത്തുകാണ്ട് 4 ബ്ലോക്ക് വെച്ച് കിട്ടും. അപ്പോൾ എന്താണ് പ്രൊജക്റ്റ് ഒഴിവായി കിട്ടും. വീടിൻ്റെ പുറത്തുനിന്ന് സ്റ്റൈലാണല്ലോ, അത് അപ്സ്റ്റെയർ ഉണ്ടാക്കുന്ന സമയത്ത് ആ ചുമര് പൊളിച്ചുകാണ്ട് പിന്നെ താഴത്തുനിന്ന് കയറി വരുന്ന കെട്ട് കറക്റ്റാക്കിയിട്ട് കെട്ടി കൊണ്ടുവരേണ്ട ആവശ്യം വരും. അപ്പോൾ ഡബിൾ ചിലവല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴും പാരപ്പറ്റ് കെട്ടുമ്പം അടിയത്തെ കെട്ടിന് കറക്റ്റാക്കിയിട്ട് നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്സ്റ്റെയറിന് റൂമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ തേപ്പ് മാത്രം പൊളിച്ചുകാണ്ട് അതിന് തന്നെ കൂട്ടി ചേർത്താൽ മതി. പിന്നെ പല പണിക്കാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, പുറത്തേക്ക് ചാടാനുള്ള പൈപ്പ് വെക്കില്ല വെള്ളത്തിൻ്റെ, അത് നേരെ ഈ സ്ലേവിൻ്റെ മുകളിൽ ഇങ്ങോട്ട് ചാല് കീറാതെ വെക്കും. അപ്പോൾ എന്താണെന്നറിയോ, ഇവിടെ കുറേ വെള്ളം കെട്ടി കിടന്നാൽ മാത്രമേ കുറച്ച് വെള്ളം പുറത്തേക്ക് ചാടുള്ളൂ. പിന്നെ ബാക്കിയുള്ള വെള്ളം ഇവിടെ കെട്ടി കിടന്ന് കണ്ട് സ്ലേവ് ലീക്കാവും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ചാല് കീറിയിട്ട് മാത്രമേ പൈപ്പ് വെക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഓരോ സൈഡിലും ഈ വെള്ളത്തിൻ്റെ പൈപ്പ് വെക്കുന്ന സമയത്ത് അത് കറക്റ്റ് അളന്ന് ഡിവൈഡ് ചെയ്ത് കണ്ട് വെച്ചിരിക്കുകയാണെങ്കിൽ കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ. അത് കാണിച്ചു തരാം. പിടി എത്ര ഉണ്ട്? ഇതാ ഈ കല്ല് നോക്കിയാൽ 2.60. കല്ല് പിടി കറക്റ്റാണ്. ഒരാൾ നോക്കി കഴിഞ്ഞാൽ പൈപ്പൊക്കെ ഒരേ ലെവലിൽ വരണം. 2.60 അടുത്തായി. അങ്ങനെയാണ് പണിയെടുക്കേണ്ടി. വെറുതെ പണിക്കാരനാണ് ഈ പണിക്കാരനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാ അടുത്ത പിടി സെറ്റല്ലേ? അപ്പോൾ അതും റെഡി. പൈപ്പ് വെക്കാൻ വേണ്ടിയിട്ട് സ്ലേവ് കട്ട് ചെയ്ത് കണ്ട് ഈ ലെവലിലാക്കിയിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ അളവ് എത്ര വെച്ചാൽ 45 സെൻറ്റി കേട്ടോ. പ്രൊജക്റ്റ് അവർ ഒരു കല്ല്. ഇനി എന്താ ചെയ്യുക, എൽറ്റി പിടിക്കുക. എത്ര പെട്ടെന്ന് ഇങ്ങോട്ട് ചെയ്യുക. സംഭവം സെറ്റ് കേട്ടോ, സംഭവം സെറ്റ്. ഇങ്ങനെ പൈപ്പിന് വേണ്ടി ചാല് കീറുന്ന സമയത്ത് ഈ പ്രൊജക്ഷൻ വരുന്ന ഏരിയ ഉണ്ടല്ലോ, അവിടെ 2 സെൻറ്റി വേണം. ഇവിടേക്ക് 1 സെൻറ്റിയാലും മതി, എന്നാലേ സ്ലോപ്പ് കിട്ടുള്ളൂ. ഇനി ഇതിൽ ഗ്രൗട്ടിലാണ്ട് പൈപ്പ് ഒട്ടിച്ചാണ്ട് വെച്ചിക്കണുണ്ടല്ലോ, വെള്ളം പളപളാറിന് ചാടും. പാരപ്പറ്റ് പഠിക്കുന്ന സമയത്ത് അടിയത്തെ ചുമരിൻ്റെ അതേ ലെവൽ മുകളിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, അടിയത്തെ ചുമര് മുട്ടിച്ചിക്കാണ്ട് ഈ സ്ലേവിൻ്റെ വക്കിലേക്ക് അളവെടുത്ത് വെക്കുക. ഇതാ 21 സെൻറ്റി. ആ 21 സെൻറ്റി ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് കല്ല് വലിച്ചു വെക്കുക. കണ്ടോ, അപ്പോൾ ഇത് കറക്റ്റാണ്. ഇപ്പം എന്തായി, ഇതിൻ്റെ മറി എന്ന് പറഞ്ഞാൽ അടിയത്തെ ചുമര. അപ്പം വെയിറ്റ് മൊത്തം അയിമിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് ഒന്നാമത്തെ വരി സെറ്റാക്കൽ. പഠിക്കുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യണം, അവിടുത്തെ മണ്ണും പൊടിയൊക്കെ ഒന്ന് അടിച്ചേരി ഉഷാറാക്കണം. ഇങ്ങിട്ടേ സെറ്റാക്കാൻ പറ്റുള്ളേ. തണ്ണി ഉത്തൽ അയ്യോ റെഡി. പഠിക്കണോടത്ത് സിമെൻറ്റിൻ്റെ പൊടി എറിയുക. ഇവിടെ ചിമ്മിണിക്കൂട് ഉണ്ടായതുകൊണ്ട് ചിമ്മിണിക്കൂടിൻ്റെ മറി നോക്കിയാൽ മതി. ഇതാ കറക്റ്റ് മറി വെച്ചു, സെറ്റ്. ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ നൂല് കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഒന്നാമത്തെ വരിക്ക് 2 നൂലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കല്ലും തൂക്കം പോകാൻ പാടില്ല എന്നാണ് ക്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ വലിവാട്ടോ. അടിയത്തെ നൂലിങ്ങനെ ടൈറ്റാക്കിയതിന് ശേഷം ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ഇതാ നേരെ ഇതുമ്മൽ ചുറ്റിയിട്ട് ഒന്നും പാടെ ഇത് കൂടെ തന്നെ പോകും. ഇതാ രണ്ടാമത്തെ ഉണക്കിയ ഒന്നാമത്തെ വരിക്ക് മാത്രം 2 നൂല് കെട്ടിക്കുകയാണെങ്കിൽ സംഭവം സൂപ്പറാണ്. ഒരു കല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. ഇനി ഇതിൻ്റെ മുകൾക്ക് എത്ര വരി പഠിക്കാനും ഇനി 2 നൂലിൻ്റെ ആവശ്യമില്ല. ഓരോ വരിക്കും 1 നൂല് മതി. ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അത് സെറ്റ്. ഇനി മറി തിരിക്കിയതാ, മറി തിരിക്കണ നോക്കിയാൽ മറി തിരിക്കലെന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ആവണം. അപ്പോൾ അത് റെഡി. കല്ലുമ്മ നിറച്ചും മണ്ണാടോ. ഇതാ ഇവിടെയും സംഭവം റെഡി. നൂല് കെട്ടി കഴിഞ്ഞാൽ കൊഞ്ചം സിമെൻറ്റ് പൊടി. ഇതാ ഇതേപോലെ സിമെൻറ്റ് പൊടി സെറ്റ്. ഇപ്പോൾ പടവ് തുടങ്ങുകയാണ്. കുമ്മായ ഇതേമാതിരി നിരത്തിയാണ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുന്ന പറയുക, പരത്തുമ്പം കല്ലിൻ്റെ ബാക്ക് ഭാഗം കുറച്ചാണ്ട് പൊക്കുക. കുറച്ചുണ്ട് ബാക്ക് ഭാഗം ഇങ്ങനെ പൊക്കിയിട്ട് നേരെ ഉണ്ട് പരത്തിയേക്കുക. അത് തന്നെയാണ് പടവ് പറഞ്ഞാൽ. 2 നൂലുണ്ടായതുകൊണ്ട് ഒടുക്കും പോലെ. കല്ലുണ്ട ഇതാ കല്ലിൻ്റെ കോലം നോക്കിയാണ്. പക്ക ഇളം സെക്കൻഡ് കല്ല്. നെക്സ്റ്റ് കല്ലൊക്കെ മന്ത് കല്ലാട്ടോ, എന്നാലും നമ്മൾ വെക്കും. കല്ലൊക്കെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പക്ക മന്ദപ്പ് കല്ല. കുട്ടികളെ തൊട്ടിലിൽ നിന്ന് എടുത്ത് നടത്തണക്കാട്ടി ഡേഞ്ചറിലാണ് നമ്മൾ ഈ സൈറ്റിൽ കല്ലേറ്റ് നടക്കണത്. തൊട്ടാ പൊടിയാ ഉണ്ടാക്കിയാ ഗ്യാപ്പ് നോക്കിയാ. ഇതാണ് എൽ ഷേപ്പ് ഗ്യാപ്പ്. ഇത് നേരെ അങ്ങോട്ട് ഇവിടെ വെച്ചിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ എന്ത് ചെയ്യുക, പൈപ്പും വെക്കാൻ പറ്റും. ആ കുമ്മായം കൊടു. പടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ സൈഡിൽ 2 ഭാഗത്തൊന്നും പടുക്കാൻ പാടില്ല. ഉദാഹരണത്തിന് അവിടുന്ന് പകുതി പടുത്ത് ഇവിടുന്ന് പകുതി പടുത്തുകയാണെങ്കിൽ എന്താവും, ഇവിടെ മുറിപ്പീസ് സെൻറ്ററിൽ വരും. അതില്ലാതാക്കാൻ ചെയ്യേണ്ട സംഭവം എന്താ വെച്ചാൽ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ പടുത്ത് കൊണ്ടേക്കാണ്ട് അവിടെ തീർക്കണം. എന്തേ, അപ്പോൾ നമുക്ക് സെൻറ്ററിൽ മുറിക്കുമൂരിൻ്റെ പ്രശ്നം ഒഴിവാക്കി കിട്ടുട്ടോ. അത് നമ്മൾ കാണിച്ചു തരാം. കല്ല് സെറ്റാക്കി ഒരേ ലെവലിറക്കി അയ്യോ നല്ല ഭാഗം പുറത്ത് കാക്കുക. അത് ഏത് തട്ടല്ലായാലും ഏത് മുറിക്കല്ലായാലും ഒരു വെപ്പ് ഒരു മേട്ടം. ഇതാ
പരിപാടി മിയാ മിയട്ടോ. ഓ സ്കുമ്മായൊക്കെ ഏതാ സൂപ്പർ. എന്നാ എന്നാ നെക്സ്റ്റ് ഈ കല്ല് വരുന്നിടത്തൊരു പൈപ്പ് ഉണ്ട്. അപ്പോൾ ആ പൈപ്പ് ഇതിൻ്റെ അടിയിൽ കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ പടവിൻ്റെ ഉറപ്പം കുറയാൻ പാടില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ആർച്ച് കട്ടിങ്. എന്താ സൂപ്പർ ആർച്ച് കട്ടിങ്. പൈപ്പ് വന്നോടത്തെ ആർച്ച് കട്ടിങ് കല്ലാണ് ഈ കാണുന്നത് കേട്ടോ. ഫിറ്റിങ് സെറ്റാണ്. പൈപ്പ് വെക്കാനുള്ള ഗ്യാപ്പ് നോക്കിയാൽ ഉണ്ടോ. ഇതിപ്പോൾ ഇവിടെ ഒരു അരക്കഷ്ണം വെച്ച് കഴിഞ്ഞാൽ ഇനി അവിടുന്ന് പടുത്ത് വരുമ്പോൾ ഇവിടെയൊക്കെ മുറി വരും. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഇത് ഫുൾ കല്ല് ആയതുകൊണ്ട് സൂപ്പറാക്കി പടുത്ത് വരാൻ പറ്റും. പിന്നെ ഞങ്ങൾ പ്ലാനിങ് എന്താ വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് തന്നെ പടവ് ചെയ്ത് വരാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് അറിയോ? പീസ് അഥവാ അവിടെ വരുന്നുണ്ടെങ്കിൽ ഈ കല്ലെടുത്ത് കണ്ട് പീസ് ഈ മൂലയിലിടും. പക്ഷേ നമ്മൾ അവിടുന്ന് വെച്ച് വന്ന സ്ഥിതിക്ക് ഇവിടെ പീസിൻ്റെ ആവശ്യം വന്നില്ല. ഒരു ഫുൾ കല്ല് തന്നെയാണ് പോയിട്ടോ. എന്താ ഒരു ഫുൾ കല്ല് വെച്ചതോടെ കൂടിയിട്ട് ഈ ഏരിയൻ്റെ പണി ഫുള്ളായിട്ട് തീർന്നു കേട്ടോ. ഒരു ഫുൾ കല്ല് ഇതാ സംഭവം കറക്റ്റായി. അപ്പോൾ അവിടുന്ന് കാണിച്ചു നോക്കിയാൽ ഒരൊറ്റ മുറി ഒന്നുമില്ല. അതാണ് ഒരു മേസൻ എന്ന് പറഞ്ഞാൽ. ഇവിടൊക്കെ അയ്യവാ ചേർത്ത് പിടി എടല്ലേ അമർത്തി പിടിച്ചോ. റെഡി? നിങ്ങൾ പൈപ്പിൻ്റെ സാധാ കട്ടിങ് കണ്ടില്ലേ? ഇനി ക്രോസ് കട്ടിങ് കണ്ടാണി അതിനെ കൈ എന്തൊക്കെയാണ്? ഒന്നും അടുത്തടി. പുറം സൈഡ് അടച്ച് കഴിഞ്ഞു. ഇപ്പം ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഉള്ളടവ് എന്ന് പറഞ്ഞേക്കാണെങ്കിൽ നല്ല തിറ്റി നിറച്ച് വക്കും മൂലയും കൂട്ടിച്ചേർത്ത് അടക്കുന്നതിനാണ് ഉള്ളടവ്. ഒരു പൈപ്പ് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുന്നത് കുറച്ച് വെള്ളം കൊടിയാ. എന്തിനാ വെച്ചാൽ ഉണങ്ങി നിൽക്കുന്ന സ്ലേവല്ലേ. വെള്ളം കുടഞ്ഞതിന് ശേഷം പൈപ്പ് വെക്കുന്നതിൻ്റെ മുമ്പ് ഇതാ സ്ട്രോങ് വയ്ക്കണം. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പൂയും സിമെൻറ്റും കൂടി ചേർന്ന ലായനിയാണ് സ്ട്രോങ്. ഇതാ ഗ്രൗട്ട് മാത്രം വെച്ചാൽ എന്താ കുഴപ്പം തരാമോ? ഗ്രൗട്ട് പിന്നെ പൈപ്പിൽ നിന്ന് വിട്ടുപോകും. അതാണ് പൂയും സിമെൻറ്റും കൂട്ടി ചേർന്ന സാധനം ഒഴിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അത് ഈ കുണ്ടിലാണ്ട് ഒഴിക്കതാ സൂപ്പറായിട്ടുണ്ട്. ഒഴിച്ചിട്ട് അതിൽ പൈപ്പ് അങ്ങോട്ട് വെക്കുക. വണ്ടിയത് ലയിച്ച് ഇങ്ങോട്ട് നിൽക്കും കൊണ്ടയ്യ. ലയിച്ച് കണ്ടിതാ അവിടെ ഇവിടെ തേപ്പിന് കനം നോക്കിയാൽ കറക്റ്റ് ആ പൈപ്പിൻ്റെ മറിക്ക് തേപ്പ് മുട്ടിക്കാനുള്ള കോലത്തിൽ തന്നെ തേപ്പിന് കനം കൊടുത്തിട്ടുണ്ട്. ഇനി സ്പിറ്റ് ലെവലുകൊണ്ട് ഇപ്പുറത്ത് വെക്കുക. ലെവലിപ്പോൾ പൈപ്പ് മുട്ടിയാണ് നിൽക്കുന്നത്. അത്യാവശ്യം സ്ലോപ്പുണ്ട് പോരെ. നമ്മളെ ഫിറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? സ്ലോപ്പുണ്ട് പക്ക. ഇതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം പോവില്ല. അതിന് വേണ്ടി കൈ കൊണ്ടൊക്കെയാണ് സ്ട്രോങ് കൂട്ടിക്കാണ്ട് ഇതിൻ്റെ ഇടയിൽ ആദ്യം എന്ത് ചെയ്യും? ഒരു 2 ഇഞ്ചോളം കൈ കൊണ്ടിട്ട് നിറയ്ക്കും. അപ്പോൾ എന്താണ് ഇവിടുന്ന് വെള്ളം ഒരിക്കലും പോവില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലാതെ പേരിനൊരു പൈപ്പ് മാത്രം വെച്ചുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വെള്ളം ചാടും.